ഹായ്, ഞാൻ അബ്ദു വൈൽഡ് അഗ്രഫാം. കോട്ടർക്കോണ മാവൊക്കെ അതാ കാഴ്ച മാവുകൾ ഇട്ട വലിയ മാവുകൾ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നട്ട് തരും. വീട്ടിൽ വന്നിട്ട് നമ്മളെ സ്റ്റാഫ് വന്നിട്ട് നട്ട് തരും. കുഴപ്പമൊന്നുമില്ല. നല്ല മാവതാ, അതേ കാഴ്ചതാ. ഇത് ചക്കതാ, വിയറ്റ്നാം മേരലി എല്ലായിടത്തും കിട്ടുന്ന സംഗതിയാണ്. ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അബിയുവിന്റെ വലിയ മരതാ. വലുത് ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെടാൻ നമ്പർ കൊടുക്കാതായിട്ട്. നബിയുടെ ചെറിയ തൈകൾ വേണം. അത് ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ ഇതാണ്ടോ. ഹോം ഗ്രൗണ്ട് തൈകൾ തന്നെയാണ്. എല്ലാ സ്റ്റോക്ക് ഉണ്ട്. ഇത് കണ്ട, ഇത് ഒരു മാവ് ഏകദേശം ഒരു 80 വെറൈറ്റി ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് ചെയ്തല്ല, ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ മാങ്ങ ഉണ്ടായതാണ്, വലിച്ച് കെട്ടിട്ടാണ്. ചെറിയ മാങ്ങകളൊക്കെ പൊട്ടിച്ച് കളി കേട്ടോ. ഒന്നുമേൽ ഒന്നൊക്കെ നിർത്തുള്ളൂ, ഒരു കണ്ണിമേൽ ഒന്നേ നിർത്തുള്ളൂ. ബാക്കിയൊക്കെ പൊട്ടിച്ച് കളി കണ്ടോ. എല്ലാം ഇങ്ങനെ പൊട്ടിച്ച് കളി, എന്നാലേ നമുക്കിത് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇത് വേറെ ജാതിയാണ്, ഇത് വേറെ ജാതിയാണ്. വരി, ഇത് കണ്ടില്ലേ, ഇത് ഓരോ കണ്ണി ബാക്കിയുള്ള എല്ലാം പൊട്ടിച്ച് കളഞ്ഞാണേ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്ര വലുപ്പമായി കഴിഞ്ഞാൽ ഈ കവർ കയറ്റി കൊടുക്കണം. ഈ കവർ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിട്ടും. ഇത് വെച്ച് കഴിഞ്ഞാൽ പൈത്തിട്ട് മാങ്ങ പറിച്ചാൽ മതി. ഇതിലെ വീഡിയോസ് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ ചിറ്റി കൊടുക്കണ്ടോ. ചിറ്റി കൊടുത്തിട്ട് ഇത് കമ്പിയാണ്, ഇതിനുള്ളിൽ കമ്പി ഉണ്ടാവും. ഇതിങ്ങനെ വളച്ചിങ്ങനെ കെട്ടി കൊടുത്താൽ എല്ലാ മാങ്ങ ഇങ്ങനെ ഇടണം. ഒരെണ്ണം ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, ഒരു മാങ്ങ കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. എല്ലാത്തിനും കവർ കയറ്റി കൊടുക്കുക. ഇത് അത്യാവശ്യം നീളം വരും. ഈ നീളം വരെ വരുന്ന മാങ്ങ കേട്ടോ, അതുകൊണ്ടാണ് വലിയ കവർ എടുക്കുന്നത്. ഇതിന്റെ ചെറിയ കവറുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന്റെ മുകളിൽ കാണിച്ചതാ. ഇത് വേറെ വെറൈറ്റിയാണ്, ഇത് വേറെയാണ്. ഇത് പൂത്ത് വരുന്നതാ, അതൊക്കെ കായ പിടിച്ചതാണ്. ഇതോ മുകളിലുണ്ട് മൾട്ടിക്രാഫ്റ്റ്. ഇതിപ്പോ എന്താ പറയുക, നമുക്ക് ശരിക്കും ഒരു മാവ് വെക്കാനുള്ള സ്ഥലമാണ് ഒരു വീട്ടിലുള്ള എങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവരോടൊരു കമ്പ് ആവശ്യപ്പെട്ടിട്ട് ആ കമ്പ് നിങ്ങളെ വീട്ടിലെ മാവിന്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യുക. ഈ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ സിമ്പിളാണിത്, ആർക്കും പഠിക്കാവുന്ന സംഗതിയാണ്. ഈ പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ പിള്ളേർ പെട്ടെന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങി ടേസ്റ്റ് ചെയ്യാം. ഒരു മാവ് വെക്കാൻ സൗകര്യമില്ല, ഇഷ്ടംപോലെ വെക്കാൻ സൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റി തൈകൾ നട്ടോളി. വേണ്ടാത്ത മുറിച്ച് കളഞ്ഞാൽ മതി. പക്ഷെ മുറിച്ച് കളയുമ്പോൾ ഒരു 1.5 മീറ്ററിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ പുതിയ കമ്പ് വരുമ്പോൾ അതിന്മേൽ നല്ല നല്ല വെറൈറ്റികൾ. ഇതിപ്പോൾ ഒരു ചേലമാവാണ്. ഇതിന്റെ ഈ മദർ പ്ലാന്റ് ഉണ്ടോ, ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് തന്നെ ചേലനാണ്. ഇഷ്ടംപോലെ കായ്ക്കുന്ന ചേലൻ. ഇതിന്റെ മുകളിൽ 80 വെറൈറ്റി കയറി. ഇനി കിട്ടുന്നതെല്ലാം ഇതിന്റെ മുകളിൽ ഞാൻ കൊണ്ടുവന്ന് കയറ്റും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക. ഇതിനൊക്കെ തൈകൾ അവൈലബിൾ ആണ്. ചെറിയ തൈകൾ വേണമെങ്കിൽ ഇത് ചെലമാവിൻ്റെ ഒക്കെ നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുണ്ട്. കൊറിയർ സർവീസ് ഉണ്ട്, കൊറിയറിൽ അയച്ചു തരും. ആവശ്യക്കാർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഏത് തൈ വേണമെങ്കിലും കേട്ടോ. മാവ് മാത്രമല്ല, എല്ലാ വെറൈറ്റി സാധനങ്ങളും ഇവിടുത്തെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ബൈ.